അതെ 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 നിക്കുന്നില്ലയോ? അപ്പൊ ഞാൻ ആദ്യം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോ കരോളിങ് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് വെൽക്കം നോട്ട് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറയണം. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോ നീ എന്റെ ബാക്ക് അതെ വെൽക്കം നമുക്ക് എന്താ ഇൻട്രോ പിന്നെ ചെയ്യാം. ഇന്ന് എന്തോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ? ചിരിക്കാതെ കരോളിനെ അല്ല സാധാ പോലെ സംസാരിക്ക എന്റെ കൂടെ. ഇന്ന് ക്യാമറ ഓൾറെഡി ഓഫാ. നോർമൽ ആയിട്ട് സംസാരിക്കേ. എന്തോ കരോളിനെ ഇങ്ങനെ വിറച്ച് ഈ കരോളി ചുമ്മാ ആക്ട് ചെയ്യാണ്. എന്ത് പറ എന്തോ ഉണ്ടാക്കാൻ പോന്നേന്ന് സ്ട്രോങ് ആയിട്ട് പറ. എന്തിനാ പേര്? പാനിപൂരി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിപൂരി ഉണ്ടാക്കുന്നത്. പാനിപൂരിക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ കിറ്റ് ഉണ്ട്, പാനിപൂരിയുടെ കിറ്റ്. ഇത് ആദ്യം ആരാ ചെയ്യുന്നേ? എന്തിനാ നീ ഇങ്ങനെ മറച്ചു എന്നെ കൂടെ പേടിപ്പിക്കുന്നേ? നീ സാധാ പോലെ നിൽക്കിയ കരോളിനെ, ക്യാമറ അവിടെ ഇല്ല. എന്തോന്ന് നീ എന്നെ പേടിപ്പിക്കാതെ നീ സാധാ പോലെ സംസാരിക്കും. നമ്മളെ അങ്ങോട്ട് നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി സംസാരിക്കും. അപ്പൊ ഇതാരാ പൊട്ടിക്കുന്നേ? ഞാൻ പൊട്ടിക്കുന്നോ നീ പൊട്ടിക്കുന്നോ? നീ പൊട്ടിക്കുവന്നോ? ശരി നീ പൊട്ടി. ഇവിടെ ഇരിക്കുവന്നാ, ഒന്ന് ഇവിടെ ഇരുന്നിട്ട് എന്നാ ഇവിടെ ഇരുന്നോ. അപ്പൊ നമ്മളാണെങ്കിൽ ഇത് ഗോൾഗപ്പയാണ്. ഇതാണെങ്കിൽ ടാമറിന്റെ ഡേറ്റിന്റെ ചട്നി. ഇതിനകത്താണെങ്കിൽ ഒരു മസാലയുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളോ? അത് അൺബോക്സ് ചെയ്യാം. അല്ല ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിക്കാം. പൊട്ടിച്ചു നോക്ക്. ഇത് ഞാൻ പൊട്ടിക്കട്ടെ. അതൊക്കെ നമുക്ക് ചെയ്യാം. ആദ്യം ഇത് എടുക്ക്, കൈ മുറിയ പൊട്ടിച്ച്. അത് വേറൊരു പാത്രത്തിൽ ഉണ്ട്. ഇതാണ് ആ സാധനം. ഇത് നമ്മൾ ആദ്യം ഇത് 24 എണ്ണം ഉണ്ട്. ഇത് ആദ്യം നമുക്ക് മാറ്റി വെക്കാമേ. ഇത് കട്ട് ചെയ്തോ. ഇത് കൊള്ളാല്ലേ? അതുകൊണ്ട് ഇതിനകത്ത് ഓൾറെഡി അവര് സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യണ്ടേന്നുള്ള. ഏതാ? അത് പാക്ക് 4. ആദ്യം നമ്മൾ എന്തോ ചെയ്യണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയില് ഹീറ്റ് ചെയ്തിട്ട് ഈ സാധനം ഇത് എണ്ണക്കകത്തിട്ട് പൊരിച്ചിട്ട് ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നീ ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മിന്റ് വാട്ടർ ഉണ്ടാക്കണം. അല്ല മിന്റ് അല്ല, അത് നമ്മളാ മിന്റ് ഉണ്ടാക്കണ്ടേ. മിന്റ് വാട്ടർ നമ്മളാണ് ഉണ്ടാക്കുന്നേ. മിന്റ് ഇല്ല. നമ്മൾ പുറത്ത് പോയി നോക്കി മിന്റ് ആണെങ്കിൽ ഈ സാധനത്തിനകത്ത് മിന്റ് ഇല്ല. ഇവരാണെങ്കിൽ ഇതിനകത്ത് മിന്റ് പാനി പൗഡർ എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ എനിക്ക് വേറൊരു പാക്കറ്റ് മേടിക്കണമെന്നാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കണം. നമ്മളായിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ സാധനം ഇല്ല. മിന്റ് ലീഫൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബാക്കി എല്ലാം കൂടെ ചെയ്യാം. നമ്മൾ ആദ്യം ഓൾറെഡി പൊട്ടറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ബോയിൽ ചെയ്തായിരുന്നു പൊട്ടറ്റോ 3 എണ്ണം. ഇല്ല ഗ്യാസ് ഒന്നും ഇല്ല. നിക്ക ഇല്ല, ഒന്നും ഇല്ല ഇതിനകത്ത്. 4 എണ്ണം ഉണ്ട്. അല്ല 4 എണ്ണം ഉണ്ട്, ചെറുതൊരെണ്ണ. നമുക്ക് ഇതിനി എടുക്കാമേ. അത് തന്നെ. ഞാൻ ആദ്യം നല്ല ചൂടുണ്ട്. ആദ്യം ഇത് എടുത്തിട്ട് തണുത്ത വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ വെച്ചെടുക്കാവുന്നതേ ഉള്ളായിരുന്നു. ഞാൻ ഇതെടുത്ത് മാറ്റട്ടെ. വെള്ളം ഒഴിക്കാമേ. തണുക്കട്ടെ. ഇനി ഇതിന്റെ തൊലി പൊളിക്കാം. തണുത്ത വെള്ളത്തിനകത്താക്കി തൊലി ഇങ്ങനെ സ്മാഷ് ചെയ്യോ? കരോളിൻ പറഞ്ഞേക്ക് നമുക്ക് സ്മാഷ് ചെയ്ത് തരാം. ശരിയാ, ചിലപ്പം കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്.
നല്ല മണോ എന്തോത്തിന്റെ മണമായിരിക്കും? പൊട്ടറ്റോയുടെ മണോ തോന്നല്ലേ? ഇപ്പം കണ്ടില്ലേ? നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് ഇത് പുഴുങ്ങിയ പൊട്ടറ്റോ 3 എണ്ണം. അതെ, ഇതിനകത്ത് നമ്മൾ ഒരു ഉള്ളി ഇട്ട് കുറച്ച് മല്ലിയില പിന്നെ ഓൾറെഡി ഉപ്പിട്ട് ഇതും കൂടെ. ഇത് ഓൾറെഡി അല്ല സ്മാഷ് ചെയ്യല്ലേ? ചെയ്യാം, എന്നാ ചെയ്യാം. അങ്ങനെ പണിയെടുക്കട്ടെ. വീഴരുത് ഈ സാധനം ചെയ്ത് നല്ലതായിട്ട് വെന്ത്. ഞാൻ ചെയ്യട്ടോ? ചെയ്യോ? ചെയ്തോളാമോ? കൊച്ചു പറഞ്ഞു എല്ലാം ചെയ്തോളാന്ന്. പിന്നെ ഇത് മാത്രമേ ചെയ്തോളോ? ബാക്കി ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി എല്ലാം കിറ്റാ. ഞാൻ ചെയ്യട്ടോ? ഇല്ല, ഇത് ഇപ്പഴല്ലേ ടേസ്റ്റ് ചെയ്യണ്ടേ? ബോയിൽഡ് ആയോന്ന്. നല്ലതായിട്ട് സ്മാഷ് ചെയ്യണം. ഞാൻ സ്മാഷ് ചെയ്യാം. നല്ലതായിട്ട് വേവി ചെയ്ത് ആ സൈഡൊക്കെ സ്മാഷ് ചെയ്യണം. ആൾക്കാർക്ക് കരോളിനെ മനസ്സിലായില്ല. കരോളിന് ആരാ? എന്റെ ആരാ പറ? നീ ആരാ എന്റെ പറ? റിലേഷൻ പറ. ഞാനൊന്നല്ല. ഞാനുമായിട്ടുള്ള റിലേഷൻ എന്തുവാ? ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ? എന്തുവാ? ആരാ നീ? എന്റെ ആരാ പറ? ഞാനാണോ? മതി സ്വാശി. കരോളിന് എന്റെ ബ്രദറിന്റെ മോളാണേ. ഞങ്ങളെ കരോന്ന് വിളിക്കും. കരോന്ന് എന്ത് ആയിട്ട് വീഡിയോയിൽ വരുന്നോണ്ടുള്ള ചമ്മല അല്ലേ? ഇനി കുറച്ചു നേരം വിടതില്ല. വാ തുറന്നു കഴിഞ്ഞാ സംസാരിക്കത്തില്ലേ? യോ, സൈലന്റ് ആയിട്ടിരിക്കുന്നോ? ഇത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അത് സ്മാഷ്ഡായി. ഇട്. ഇത് ഒരു ഉള്ളി. ഉപ്പ് ഓൾറെഡി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിട്ടോ, ഫുൾ ഇട്ടോ. ചെയ്യോ? ചെയ്യാൻ പറ്റുമോ? അതോ ഞാൻ ചെയ്യണോ? പുറത്തു പോവല്ലേ? അതാ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. കൊച്ചു പറഞ്ഞിട്ടില്ലേ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. സ്മാഷ് ചെയ്യാം. പച്ചമുളക് വേണോ ഇതിനകത്ത്? പച്ചമുളക് വേണ്ട. പച്ചമുളക് എരിയല്ലേ? നമ്മളിത് കത്തിച്ച് എണ്ണ ഒഴിച്ച് നമ്മളിനി കുറെ എണ്ണ അങ്ങ് ഇടാം. എടുക്കട്ടെ. കണ്ടോ, ഇത് ഇത്രയും ഇങ്ങനെ പാനിപ്പൂരി പൊങ്ങി വരും. ഒന്നുമില്ല, ഇങ്ങോട്ട് വന്നോ, പേടിക്കണ്ട. കരോളിന് പേടിയാണ്. കരോളി മാറിയിരിക്കുക. എനിക്കില്ല. കണ്ടോ, ഇതെല്ലാം കണ്ടോ സൂപ്പറായിട്ട് പൊങ്ങി ഇങ്ങനെ വന്ന്. ഇത്രയേ ഉള്ളൂ. ഈ സാധനം പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. അത് വലുതാകുമ്പോ ഒന്നുമില്ല. കഴിഞ്ഞു. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് എല്ലാ സാധനവും പൊങ്ങി ഇങ്ങ് വന്ന്. പോപ്കോൺ. പക്ഷെ പൊങ്ങി തറയും പോയി. ഇനി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാമേ. ഇതിനകത്തൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ഇപ്പുറത്തോട്ട് ഇടാം. വേറെ പാത്രം എടുത്തോണ്ട് വാ. ഇതിന്റെ മേലെ വയ്ക്കാം. ചൂട്. ഇതിന്റെ കളറെല്ലാം പോയി. സമയത്ത് പാത്രം എടുത്തോണ്ട് വന്നില്ല, എടുത്തതും ഇല്ല. ആണല്ലേ? ഇപ്പൊ ഈ സാധനം കഴിഞ്ഞിപ്പോ. എല്ലാം ഇത് പൊരിച്ച് ഇട ചൂടാ. അതുകൊണ്ട് ഇത് ഈ സമയത്ത് ഇത് ചെയ്യണമായിരുന്നു. സമയത്ത് ചെയ്തതും ഇല്ല. അത് ഭയങ്കര കുഞ്ഞായിപ്പോയി. ഇവിടെ ഇച്ചിരി ചടങ്ങി. ഇനി നമ്മൾ ആദ്യമേ പാത്രം എടുക്കണം. ഗ്യാസ് ഓൺ ആക്കിയില്ലല്ലോ. ഗ്യാസ് ഓഫ് ആക്കി. അതുകൊണ്ട് നമുക്കിപ്പം കിട്ടി ഈ സാധനം. ഇത് നമ്മൾ ഇനി ഈ സാധനം എടുത്ത് അതിനകത്ത് ഇടണം. അല്ല, ഇതിനകത്ത് ഇനി ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഈ മസാല എടുക്കാം. നീ ഇടുവാന്നോ?
മിക്സ് ചെയ്യാം. എന്തോന്ന് നല്ലൊരു മണമുണ്ട്. ചാറ്റ് മസാലയുടെ മണമാണെന്ന് തോന്നുന്നു. എന്തോ നല്ല മണമുണ്ട്. എന്ത് നല്ല മണം. ആ മസാല മാത്രം ഇരച്ചപ്പെട്ടു. അല്ല, ഉരുളക്കിഴങ്ങ് നമ്മള് ബോയിൽ ചെയ്ത സമയത്ത് നല്ല മണമല്ലായിരുന്നോ? പക്ഷെ ഇതിനെക്കാട്ടി നല്ല മണം. ഈ മണം നിനക്ക് ഇഷ്ടമാണോ? സ്പൈസി ആയിട്ടുള്ള മണം. സ്പൈസി ആയിട്ടുള്ള മണം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എന്റെ കോൺഫിഡന്റ് കളയാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന അസിസ്റ്റന്റ് ആണ് ഈ കരോളിട്ട്. എന്റെ കോൺഫിഡന്റ് മൊത്തം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്തോ പറഞ്ഞ് എന്തേലും പറയാൻ താങ്കൾ സമ്മതിച്ചോ? താങ്കൾ ഒരു വകയും സമ്മതിച്ചോ? ഇല്ല. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സാധനം കഴിഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരെണ്ണോ? കുറച്ച് വെള്ളം ഞാൻ ചുമ്മാ ആഡ് ചെയ്ത് നോക്കാം. ചെയ്യാം. നീ എല്ലാത്തിനകത്തും എടുത്ത് ഹോൾ ഇടല്ലേ? ഇല്ല, എല്ലാം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിടും. നോക്കിക്കോ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടെ. നമ്മള് പാനിപൂരിയെ പറ്റി ആൾക്കാർക്ക് പാനിപൂരി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ പറയണ്ടേ പാനിപൂരി എന്നോ? പാനിപൂരി ഇതാ പാനിപൂരി. നോർത്ത് ഇന്ത്യൻ ഡിഷാ. നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനൽ എപ്പോഴും നോർത്ത് ഇന്ത്യൻ ഡിഷാ വരുന്നല്ലേ. നമുക്കിനി വേറെ ഡിഷ് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യണം. നീ ആദ്യം ട്രൈ ചെയ്യുന്നോ ഞാൻ ട്രൈ ചെയ്യണോ? ശരി, അത് പൊട്ടിക്കുക. അത് ഒരെണ്ണം എടുത്ത് പൊട്ടിക്കുക. ഇത് പൊട്ടിച്ചില്ലയോ? ഇതെടുത്ത് പൊട്ടിക്കുക. എന്നാ അത് ഞാൻ പൊട്ടിക്കുക. ഇത് ആദ്യം പൊട്ടി. നീ അത് പൊട്ടിക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേ. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കണം. പൊട്ടിക്കും. നിനക്ക് പറ്റും. അങ്ങനെ പൊട്ടിച്ചാ മതി. ഇനി ചുമ്മാ ഒന്ന് പൊട്ടിക്കേ. കണ്ടോ, ഇങ്ങനെ പൊട്ടിക്കണം. അതുകൊണ്ട് ഇതിനകത്ത് ഈ സാധനം ഇട്ട് ഇത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കരോളിന്. നീ എന്നെ ഇങ്ങനെ കാര്യം തരാം. കുറച്ചുകൂടി ഇട്ടെ. സൂപ്പർ ടേസ്റ്റാ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് നീ ട്രൈ ചെയ്യണം. ഇത് നല്ല ടേസ്റ്റാ. നീ വാ തുറന്ന് ഒറ്റ കഴിക്കണം. വായന തുറക്ക്. ഞാൻ ഇട്ടുതരാം. അകത്ത് കേട്ട് പൊട്ടിച്ചെടുത്ത്. കൊള്ളാമോ? ഒരെണ്ണം കൂടി ട്രൈ ചെയ്യട്ടെ. ഒന്നുമില്ല. കുറച്ചെടുക്കുക. കുറച്ച് മറ്റേ ഇതിൻ്റെ മസാലയുണ്ട്. മസാല എടുക്കുക. എന്നിട്ട് കുറച്ച് ഇതിൻ്റെ ഇതുണ്ട്, മിക്സ് ഉണ്ട്. ഇതെടുക്കുക. കേറുന്നില്ല. കൊച്ചുവായ. അതുകൊണ്ടാ കൊച്ചുവായ വലിയ സംസാരവും. നല്ല രസമല്ലേ? അരിയോ? അതിന് ഇതിൻ്റെയാന്ന് തോന്നുന്നു. വെള്ളം വേണോ? ഇത് ഞാൻ പൊട്ടിക്കാതെ നമുക്ക് വേണം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാനാ. ഓക്കെ. ഞാൻ കുത്തിയിട്ടൊന്നും കേറുന്നില്ല. ഇത് അതെ, കുഞ്ഞുങ്ങളുടെ വാ എപ്പോഴും ചെറുതല്ലേ, അതുകൊണ്ടാ കേറാന്. ഇല്ല, വാ തുറക്കണം. കറക്റ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാൻ ഒരെണ്ണം കൂടെ നോക്കട്ടെ. ഇതുണ്ടോ? ഇതിനൊരു ഇതുണ്ട്, ഒരു ട്രിക്കുണ്ട്. ആ രീതി ഇത് പൊടിച്ചിട്ട് പുറത്തിടുവല്ല, ഇതിൻ്റെ അകത്തിടുക. ഇതിടുക. ഇതിനകത്ത് ഈ സാധനം ഇടുക. കൊണ്ട് ഈ സാധനം ഒഴിക്കുക.
ഭയങ്കര ക്രിസ്പിയാ. ടേസ്റ്റ് കണ്ടോ? മണോ വേണോ? ട്രൈ ചെയ്യാറില്ല. ഇത് ട്രൈ ചെയ്യാറില്ല. സത്യം പറ. ഇഷ്ടപ്പെടുന്നു. ഇത് അല്ലാതെ ട്രൈ ചെയ്യുന്നു, അല്ലാതെ ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്തോ? ഇതിങ്ങനെ കണ്ടോ? ഇങ്ങനെ ഇല്ല. ഇതെനിക്ക് വേണ്ട, ഞാൻ വേറെ. ഇത് കഴിച്ചോ? നല്ലയാ. എന്തായാലും ഇത് പൊളിയും. കൊള്ളാമോ? മറ്റേത് കൂടെ വെക്കുന്നില്ലേ നല്ലത്? അതോ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതാ നല്ലത്? രണ്ടും ഇഷ്ടപ്പെടോ? നല്ല രസം. നിങ്ങൾ ഇത് വീട്ടിൽ പോയി ചെന്ന് ട്രൈ ചെയ്യണം. പാനിപൂരി ഇഷ്ടം ഉള്ളവര്, എപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവര് നമ്മളെ കിറ്റ് മേടിച്ചാൽ മതി. പാനിപൂരിയുടെ കിറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതിന് എത്ര രൂപയായിരുന്നു സാധനത്തിന്? ഇതിന് 55 രൂപ ഉള്ളൂ. ഇതിനകത്ത് എല്ലാ സാധനവും മിക്സാ. നമുക്കിപ്പോ ഒരു ഇങ്ങനെ വൈകിട്ടിരിക്കുമ്പോൾ നമുക്ക് പാനിപൂരി കഴിക്കണമെന്ന് സ്നാക്ക് പാനിപൂരി കഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ നോർത്ത് ഇന്ത്യയിലല്ലല്ലോ, നമ്മൾ ഇവിടെ അല്ലേ, നാട്ടിലല്ലേ. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? പാനിപൂരിയുടെ കിറ്റ് ഓർഡർ ചെയ്യണം. കിറ്റ് ഓർഡർ ചെയ്തിട്ട് കടയിൽ പോയിട്ട് ഈ കിറ്റ് മേടിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. നീ അത് ചവിട്ടി പൊട്ടിക്ക്. പൊട്ടിച്ച് ശരി. അത് എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഈ സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരെണ്ണത്തിനകത്ത് എത്ര എണ്ണം ഉണ്ട് കരോളിന്? 24 എണ്ണം ഉണ്ട്. 24 എണ്ണം ഉണ്ടാക്കാം. നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. കുറച്ച് ഈ മസാല കുറച്ച് എരിയുണ്ട്. പിന്നെ മിന്റ് പൗഡർ ആയിരുന്നെങ്കിൽ മറ്റേ പുഴു മിന്റ് ഏതാ? ഏതാ പാനിപൂരി കഴിച്ചിട്ടില്ലേ? ഒരൊറ്റ പ്രാവശ്യം അതിലധികം കഴിച്ചിട്ടില്ലേ? ആണോ? അതുകൊണ്ട് മിന്റിന്റെ ടേസ്റ്റ് ഇല്ല. അതിന്റെ എരി നല്ലതുപോലെ എനിക്കറിയാം. കുറച്ച് കഴിച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ വായിക്കാത്ത വെച്ച് തരാം. ചേച്ചി ആദ്യം വെച്ചതോടെ എനിക്ക് മതിയായി. വായിക്കാത്ത വെച്ചു നല്ലത്. അങ്ങനെ ഈ ഒരു സാധനം നമുക്ക് പാനിപൂരിയുടെ കിറ്റ് മേടിച്ചിട്ട് വീട്ടിൽ തന്നെ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാകാം. പറഞ്ഞ് ചോദ്യത്തിന് ഉത്തരം. വെള്ളം വേണോ? എരിയുണ്ടോ? നല്ല ടേസ്റ്റ് ആയിരുന്നോ? അതും വേറെ വിശേഷമൊന്നുമില്ല. ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറേ. ആൾക്കാർ കേക്ക് പറ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. എല്ലാരും സബ്സ്ക്രൈബ്. കരോളിൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലയോ? ചെയ്യും. ഇന്ന് ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കരോളിന്റെ ഫാൻസ് ഇവിടെ അസംബിൾ ആയിരിക്കും. കമന്റ് ബോക്സ് പോത്ത പറഞ്ഞേ. അല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങുവാ പറ. ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. പിന്നെന്തോ പറയും? എടാ അങ്ങോട്ട് ഒരു ഉത്സാഹത്തോട് പറയണം. അങ്ങനെ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വേറെ വിശേഷം കമന്റ് ഇടണോ? കമന്റ് കരോളിൻ പറ. എല്ലാരും നല്ല കമന്റ് ഇട്ടാ അതില്ലേ. പിന്നെ വേറെ വിശേഷം അതില്ല. ടാറ്റ കൊടുക്കുക എല്ലാവർക്കും. ടാറ്റ ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.